ഒരു ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ആ ഓഫീസർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഓൻ ആ കേസിൻ്റെ ഫയൽ കാണുന്നത്. ആ ഫയലിൽ കാണിക്കുന്നത് കുറേ കാറിൻ്റെ ഫാസ്ടാഗിൻ്റെ അതിൽ കുറേ പൈസേൻ്റെ സ്റ്റോളിങ് നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ ആലോചിക്കുക, ഈ ബാങ്കിൽ ഇങ്ങനെ സ്റ്റോൾ ചെയ്യാൻ ഒരാവശ്യമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബാങ്കാണല്ലോ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് വരിക. എന്നാൽ ഓനൊരു ബാങ്കിൽ പോയി നോക്കി. ഞാൻ ബാങ്കിൽ പോയി നോക്കുമ്പം അവിടെ അതിൻ്റെ ഇത് കാണിച്ചു, ട്രാൻസാക്ഷൻ വെക്കും. അത് കണ്ടപ്പോൾ ഫാസ്ടാഗ് അത് സ്കാൻ ചെയ്ത് പോയി എന്നാണ് കാണിക്കുന്നത്. അതായത് ഏത് ലൊക്കേഷനാണ് സ്കാൻ ചെയ്ത് പോയപ്പോൾ പറഞ്ഞാൽ ന്യൂജേഴ്സി എന്നാണ് ഇതായിപ്പോയത്. അപ്പം ചിലവർ ആ വഴിക്ക് പോയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പക്ഷേ ചിലവർ പറയുന്നുണ്ട് ഞങ്ങൾ പക്ഷേ പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരിക്കലും 2 വട്ടം പോയിക്കില്ല, ഇതിൽ 2 വട്ടം കാണിക്കുന്നുണ്ടല്ലോ. ചിലവർ അത് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ ഇവരെല്ലാവരും ലൈ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ബാങ്ക് ലൈ ചെയ്യുന്നതാണോ ഒന്നൊരു പിടി കിട്ടുന്നില്ല ചങ്ങായിക്ക്. അതായത് ഇയാളുടെ പേരാണ് ജാക്ക്. പിന്നെ ഇയാളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. ഇയാളെ വീട്ടിൽ പോയിട്ട് ഇയാളെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, മറ്റേ ഓരോ യൂണിഫോമൊക്കെ മാറ്റിയിട്ട്. അന്നേരം ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പറയാണ്, ഒടുക്കത്തെ കേസിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്നത്, എനിക്ക് സപ്പോർട്ട് ആരുണ്ടെങ്കിൽ സെറ്റായനെ, എൻ്റെ ഇപ്പം പൊട്ടന്മാർക്ക് ഒന്നും അറിയില്ല പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഫ്രണ്ടിൻ്റെ പേരാണ് ലിയം. അപ്പോൾ ലിയം പറയും, എനിക്ക് 2 ആൾക്കാരെ അറിയാം. ഒന്ന് കുറച്ച് യങ്ങായ ചങ്ങായിയാണ്, രണ്ടാമത്തെ കുറച്ച് സർച്ചിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ മറ്റേ യങ്ങായ ചങ്ങായിയാണ് ഇതായിട്ട് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞ്. മെയിനായിട്ട് തിയറീസ് വെച്ചത് കണ്ടുപിടിക്കാൻ ഈ കേസ് കണ്ടുപിടിക്കാൻ ഇതാണെങ്കിൽ ഓനെ യൂസ് ചെയ്യണമെന്ന് അറിയാം. 2 അവൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ അവൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പേരെന്താ ചോദിക്കുക. അപ്പോൾ ആദം എന്ന് പറയുക. സെക്കൻഡ് അവൻ നമ്പർ കൊടുത്തു, എന്നിട്ട് പേരെന്താ ചോദിച്ചപ്പോൾ ജോൺ ഹെവൻ എന്ന് പറയുക. അങ്ങനെ ജോൺ അവൻ്റെ ഇൻ്റർവ്യൂ കാണിച്ചുകൊണ്ട് ഇത് തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ വീട്ടിൽ പോയിട്ട് ആഡത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ആഡം അടുത്ത ദിവസം തന്നെ വന്നു. പക്ഷേ ഹെവനെ വിളിച്ചിട്ടില്ല. ആദ്യം അങ്ങനെ വേണമെന്ന് പ്രത്യേകിച്ച് യങ്ങായവൻ അധികം എക്സ്പീരിയൻസും ഇല്ല നേർച്ച വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആണ് ജാക്ക് റിയലൈസ് ചെയ്യുന്നത് ഇവരൊക്കെ എന്തായാലും വണ്ടി കാറാണ് ഓടിച്ചത്. അപ്പം കാറും ട്രക്കിലും അങ്ങനെ പല വണ്ടിക്കും വരണ്ടല്ലേ, അതിലേക്ക് ഒന്ന് ഡിഗിൻ ചെയ്യാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തു. എന്നാൽ അത് അവനൊരു ബുക്കിൽ നോട്ട് ചെയ്തു. ഇത് ഏതത്തിനാണല്ലോ കൊടുക്കണ്ടേ, ഏതാണല്ലോ ടെക്നിക്കൽ ഇത് ചെയ്യുക. അപ്പോൾ ഏടം വരുമ്പം കൊടുക്കാൻ ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് തന്നെ അത് ചെയ്തു വെച്ചു. അപ്പോഴാണ് അവൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, എന്തായാലും ഇത്ര വണ്ടിയൊക്കെ ഉണ്ട്, ചിലവർ വീഡിയോ ക്യാം അതിൻ്റെ അകത്ത് ഓണാക്കി ഇടൂലേ, എന്നാൽ അത് വെച്ച് ഇവന്മാർ ലൈ ചെയ്യുന്നതാണോ കണ്ടുപിടിക്കാലോ വിചാരിച്ച്. അപ്പം ഈ ഡ്രൈവേഴ്സ് ലൈ ചെയ്യുന്നതാണോ ഇത്. അടുത്ത ദിവസം ഇവൻ ആഡത്തിനെ കണ്ടു. അന്നേരം ആഡത്തിനോട് മീറ്റൊക്കെ ചെയ്തു വരും. അങ്ങനെ ആഡത്തിനോടത് കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ഇതായിട്ട് തന്നെ നമ്മളെ അങ്ങനത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഓരോ ഇതായിട്ടുണ്ടോ എന്ന് ഇതാക്കാൻ പറയുകയാണ്. അപ്പം ഓരോന്നും പൈസ പോയായിട്ട് കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ടെന്ന് ആഡം കുറച്ച് മണിക്കൂർ കൊണ്ട് കണ്ടുപിടിച്ച് പറയാം. ഇവനിങ്ങനെ ആലോചിക്കുകയാണ്, ജാക്ക് ഇങ്ങനെ ആലോചിക്കുക. ജാക്കും അത്ര ഓൾഡല്ല, ഒരു 27-28 ഇയർ ഓൾഡ് മാത്രമാണ്. അപ്പം ജാക്കും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. റിസർച്ച് ആഡത്തിന് കുറച്ചും കൂടെ റിസോഴ്സസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ റിസർച്ചിന് വേണ്ടി ഒരു അവൻ നിർത്തിയത്. അങ്ങനെ ആഡം പറയുകയാണ്, ബോസ് ഇത് നോക്കുക പറഞ്ഞിട്ട്. അന്നേരം ഒരു 20-ൽ കൂടുതൽ ട്രക്കിൻ്റെ ഇത് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അന്നേരം ഇത് കുറേ മുമ്പ് ഡാറ്റ വെച്ചാൽ നോക്കുമ്പോൾ 2000-ൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞ്. ഇപ്പം വന്ന് വെച്ചാൽ ദേശം എത്രയാണ് ജാക്കി ചോദിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറിനുള്ളിൽ അല്ല നമ്മളെ സ്ഥലത്ത് എത്രയാണ് വന്നേ ചോദിക്കുക. അതൊരു പാസ് ചെയ്ത വണ്ടീൻ്റെ കണക്കുണ്ടാവും, പാസ് ചെയ്ത വണ്ടിയോ അങ്ങനെ ചോദിക്കുക. എന്നുവെച്ചാൽ ഈ ഫാസ്ടാഗ് സെക്ഷൻ പാസ് ചെയ്താലല്ലേ ഇത് വരും നേടാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അല്ലടാ ഈ കേസ് എന്ന് പറയുകയാണ്.
ഇവൻ ജാക്ക്. അതോടെ എന്തായാലും ആ കോൺവെർസേഷൻ എൻഡ് ചെയ്ത്. പിന്നെ ജാക്ക് ഏടത്തിന് എന്തായാലും വീട്ടിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ജാക്ക് അവരെ വീഡിയോ ക്യാമ്പ് ആൾക്കാരെയൊക്കെ ഒന്ന് കൊണ്ടുവരുത്തിയിട്ട് ആ ക്യാമ്പിൻ്റെ വിഷ്വൽസൊക്കെ കളക്ട് ചെയ്യാണ്. അത് ഏടത്തിന് ഷെയർ ചെയ്യുന്നുണ്ട് അനലൈസിസ് ചെയ്യാൻ. പക്ഷേ ഏടം അങ്ങനെ അനലൈസിസിൻ്റെ ആവല്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടാണ്. അപ്പം അതൊക്കെ ഷെയർ ചെയ്തിട്ടതിന് ശേഷം ഇവൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം വീട്ടിലെത്തിയപ്പോൾ ഏടത്തിനെ കണ്ടു. ഏടത്തിനെ വെച്ച് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തതൊക്കെ മനസ്സിലാക്കി. ഇത് മൊണ്ണേഴ്സ് ഇപ്പം മെയിൻ റോഡിൽ കൂടെ പോകുന്നു, ഫസ്റ്റ് ഒരു ഡോർ എടുക്കുന്നു, മറ്റേ ഇല്ല തന്നെ. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിച്ചത്. ഇല്ല മിസ്റ്റർ ജാക്ക്, എനിക്ക് കിട്ടിയില്ല. ഏടം പറയുന്നുണ്ട് ഇതെനിക്ക് നോക്കാൻ ഞാൻ ഒരു അനലൈസിസിൻ്റെ ആവല്ല പറയുക. അപ്പോൾ അതിന് വേറൊരു ആവൻ ഞാൻ ഇതാക്കണം. മിസ്റ്റർ ലിയം ആണല്ലോ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നെ. അപ്പോൾ മിസ്റ്റർ ലിയത്തിനോട് ചോദിച്ചാൽ മതി. മിസ്റ്റർ ലിയത്തിനും കുറേ അവയാ പറയുകയാണ്. അപ്പം പറയുന്നുണ്ട് ഒരാൾ തന്നിക്കുണ്ടെന്ന് പറയുക. അതോടെ ഏടം ചോദിക്കുക, അതെ അയാളെ കോണ്ടാക്ട് ചെയ്യും, എനിക്ക് തന്നെ എല്ലാ പണിയും തരില്ലേ പറയുക. അപ്പം ഇതൊക്കെ പിന്നെ അണക്കെട്ട് പണിയായിട്ടല്ല, പക്ഷേ ആ ചങ്ങായി കുറച്ച് യങ് ആണ്, അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഹീ ഈസ് നോട്ട് പ്രൂവൺ ദാറ്റ് മച്ച് എന്നാണ് ഇവൻ പറയുന്നത്. എന്തായാലും ദാറ്റ്സ് യുവർ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇടം പോകുന്നുണ്ട്. അപ്പം നമുക്ക് ബാങ്കാണ് ഇപ്പം കുറ്റക്കാരൻ എന്ന ഇത് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ബാങ്കിന് വല്ല കോമൺ ഓണറും ഉണ്ടോ എന്നൊക്കെ നോക്കാമല്ലേ അറിയാം. അപ്പം ജാക്കൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു, എന്ത് കോമൺ ഓണറോ? അതന്നെ ബാങ്കിൻ്റെ എല്ലാം കൂടെ ഇതാക്കുമ്പോൾ കോമൺ ഓണർ ഉണ്ടാകുമ്പോൾ അത് സ്കാം ചെയ്യുന്നത് അങ്ങനെ ആക്കാമല്ലോ. ഓ അതൊരു ഗുഡ് ഐഡിയ ആണ് പറഞ്ഞിട്ട് അത് ഓണേഴ്സിനെയൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അതോടെ ഒരു കാറിലേക്ക് പോവുക കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് മീഡിയേൻ്റെ അടുത്ത് പ്രസ്സിന് പോവുകയാണ്. അപ്പോൾ കാറ് പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി ഹെവനെ വിളിക്കണ്ടേ, ഇപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ട്. അവസാനം ഒറ്റ മൈൻഡ് ഡിസിഷൻ എടുത്തിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ജാക്ക് ഹെവനെ വിളിക്കുന്നു. അവൻ അടുത്ത ദിവസം ജോയിനപ്പ് ചെയ്യാൻ പറയുന്നു. എന്നാൽ കേസ് കറക്റ്റായിട്ട് അവനങ്ങനെ പഠിച്ചിട്ടില്ല, അന്നേരം അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അന്നേരം കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു കഥ പോലെ ഉണ്ടാക്കി വയ്ക്കാൻ ഏടത്തിനോട് പറയുക. അതൊക്കെ ഞാൻ ഉണ്ടാക്കാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഓണർഷിപ്പ് നോക്കി, എല്ലാം സിംഗിൾ ഓണേഴ്സാണ്. അറ്റ്സെറ്റ് വൺ അതിനെ സെസ്കോ ഡിമേറിയ പറഞ്ഞൊരു ചങ്ങായിയാണ്. ഹീസ് എ ബില്യനെയർ. ഹി ഹാസ് 2 banks ആൻഡ് 2 banks co-owner ഓൾസോ. എന്നുവെച്ചാൽ ടോട്ടൽ 4 ബാങ്ക്സിൻ്റെ ഇതുണ്ട്, പക്ഷേ ഓണേഴ്സിൻ്റെ 2 ഓണറാണ്. സെസ്കോന് വലിയ ഓവില്ല, മെയിൻ ഫണ്ടിങ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ഓനാണെങ്കിലും, പക്ഷേ ഓനല്ല അതിൻ്റെ റോള്. ഓനാക്കി പാർട്ട് സ്കാമിങ്ങിൽ പെടൂല. നമ്മൾ ഫസ്റ്റ് സസ്പെക്റ്റ് ആരാ? സെസ്കോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ബാങ്കാണ് സ്റ്റോർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്കൊന്ന് ആലോചിക്കാം എന്നാണ് ഏടം പറയുന്നത്. അങ്ങനെ അവർ മീഡിയയുടെ അടുത്തെത്തി. അപ്പം മീഡിയക്കാർ ചോദിക്കുന്നത്, സാർ കേസിനെ കുറിച്ച് വല്ല ഇതെങ്ങനെ കിട്ടിയോ, ഇതെങ്ങനെ പോകുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും സ്കാം നടന്നിട്ടും പെട്ടെന്ന് ആരും അറിയാത്തത്, അങ്ങനെയൊക്കെയാണ് മീഡിയക്കാർ ചോദിക്കുകയാണ്. അപ്പം ജാക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് അറിയാത്ത തന്നെ ഇതൊരു ഫാസ്റ്റാഗ് പോലത്തെ ടാഗിൻ്റെ സിറ്റുവേഷനാണ്. അതിൻ്റെ അത് പൈസ ട്രാൻസ്ഫർ ആകുമ്പോൾ അത് പോകുന്ന അറിയുണ്ടാവില്ല. പിന്നെ അതെങ്ങനെയാണ് പോയി ഒരിക്കും അറിയില്ല. ഓരായിരുന്ന പ്രൂഫ് ഗ്യാദർ ചെയ്താലേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരാളായിട്ട് നിയമിച്ചിട്ടുണ്ട് അതിന് വേണ്ടി. അന്നേരം ഓനും കൂടെ എൻ്റെ പേര് ഉണ്ടാവും. എൻ്റെ ടീമിൽ വേറൊരാളും കൂടെ ഞാൻ നിയമിച്ചേക്ക് 2 ആളും കൂടെ എൻ്റെ ടീമിലുണ്ടാവും. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ആ ബസ്സിന്ന് പോവുകയാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ഇവർ 2 ആളും ഇവൻ്റെ ഓഫീസിൽ പോവുക. ഇവൻ നേരെ ഏതത്തിനെ എല്ലാ ടീമിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് ഒരു ടാക്സി പോലത്തെ വണ്ടി വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ഹെവൻ ഇറങ്ങി വരുന്നു. അതോടെ ജോൺ ഹെവൻ സ്കാം ഓഫ് ദി ഇയർ എന്ന സീരീസിലെ 1ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. സീ യു സൂൺ. പോകും കോട്ട നീ